ശരീഅത്തിന് വിരുദ്ധമായി നിന്റെ മാതാപിതാക്കൾ നിന്നോട് പറയുന്നതിൽ ഫലാ തുതിഉഹുമാ, നീ അനുസരിക്കരുത്. ഒരു ഉദാഹരണം പറയാം. തെറ്റുകുഴിയിലെ ഹൈന്ദവ കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് വന്നു. ആ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ആ ഹൈന്ദവ സഹോദരനോ ക്രൈസ്തവ സഹോദരനോ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ തന്റെ മാതാപിതാക്കൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, തന്റെ സഹോദരങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ആ മാതാപിതാക്കളോട് ഒരുപാട് പറഞ്ഞു, ഇത് സത്യപ്രസ്ഥാനമാണ്, ഇത് അനുസരണയുള്ള പടച്ച തമ്പുരാന്റെ പ്രസ്ഥാനമാണ്, ഇത് പ്രിയപ്പെട്ട പ്രവാചകൻ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അവർ പറയുന്നു, മോനെ നീ ഞങ്ങളെ നാണം കെടുത്തിയിട്ട് ഒരിക്കലും മുനീറുൽ ഇസ്ലാം മസ്ജിദിൽ നീ നിസ്കരിക്കരുത്, നീ നോമ്പ് പിടിക്കരുത്, നീ സ്വലാത്ത് ചൊല്ലരുത്, നീ നബിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് നടക്കരുത്, നീ മുസ്ലിമീങ്ങളുമായി സഹകരിക്കരുത് എന്ന് ആ അച്ഛനും അമ്മയും ആ മകനോട്, പൊതുവിശ്വാസിയായ മകനോട് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന ഫലാ തുതിഉഹുമാ, മോനെ നിന്റെ അച്ഛനെയും അമ്മയും നീ അനുസരിക്കരുത്, അച്ഛനെ അമ്മയെ നീ അനുസരിക്കരുത്. ഇത് ഖുർആൻ തന്നെയാണ്. പക്ഷേ അള്ളാഹു തൊട്ടടുത്ത് പറഞ്ഞു, വസ്വാഹിബുഹുമാ ഫിദ് ദുനിയ മഅറൂഫാ, അവർ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ മുസ്ലിമാണ്, അവർ അമുസ്ലിമീങ്ങളാണ് എന്ന ഒരു ശൈലി നീ എടുക്കരുത്. അവർക്ക് ഭക്ഷണം എത്തിക്കണം, അവർക്ക് വീടില്ല എങ്കിൽ നീ വീട് വെച്ച് കൊടുക്കണം, അവർ പട്ടിണിയാണെങ്കിൽ നീ പട്ടിണി മാറ്റി കൊടുക്കണം, അവർ ഏതെങ്കിലും വിലയിൽ വിഷമിക്കുന്നവരാണെങ്കിൽ ആ വിഷമം നീ മാറ്റി കൊടുക്കണം. കാരണം അവർ നിന്റെ അച്ഛനും അമ്മയുമാണ്, അവർ നിന്റെ മാതാപിതാക്കളാണ്. ആ ബന്ധം ഒരിക്കലും നീ നഷ്ടപ്പെടുത്തരുത് എന്ന് മഹാനായ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ, നാളെ ഒരു ലോകത്ത് നടക്കാനിരിക്കുന്ന തെറ്റുകുഴി ഒരു ഉദാഹരണമാണെങ്കിൽ, ലോകത്ത് എവിടെയായാലും ഒരു ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളിനെ മാതാപിതാക്കൾ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് അവസാനം പ്രകോപിപ്പിച്ച് ആ മതത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവരനുസരിക്കേണ്ട ബാധ്യതയില്ല. പക്ഷേ അവരുടെ ഭൗതികമായ വിഷയങ്ങളിൽ നീ കണ്ണടയ്ക്കുകയും അരുത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്റെ സഹോദരിമാരോട് ചോദിക്കാൻ, ഭർത്താവ് സിനിമയ്ക്ക് വിളിച്ചാലോ? ഭർത്താവിനെ അനുസരിക്കണമല്ലോ. ഭർത്താവിനെ അനുസരിക്കണമെന്നത് സ്പഷ്ടമായി ഇസ്ലാമിന്റെ നിയമമല്ലേ? ആ ഭർത്താവിനെ അനുസരിക്കണമെന്നത് അടുപ്പിൽ നീ വിറക് വെച്ചിട്ട് അടുപ്പിൽ ചായ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ ശാരീരികമായ ദാഹപൂർത്തീകരണത്തിന് നിന്നെ ക്ഷണിച്ചാൽ ആ നിമിഷം നീ അടുപ്പ് കെടുത്തിയിട്ട് പോകണം. അത്ര ബാധ്യത നിനക്ക് നിന്റെ കെട്ടിയോനോടുണ്ട്. പക്ഷേ ആ ഭർത്താവ് നിന്നോട് പറയുന്നു, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അല്ലെങ്കിൽ നീ തലമറയ്ക്കൊന്നും വേണ്ട, നീ ഇച്ചിരി തലയൊക്കെ തുറന്നിട്ട് നടക്ക്. ഈ തലമറയ്ക്കുന്നത് സാമ്പ്രദായിക മൊല്ലമാരുടെ ശൈലിയാണ്, അല്ലെങ്കിൽ ചില ഹാജിയാക്കന്മാരുടെ ശൈലിയാണ്. നീ നിന്റെ തല തുറന്നിട്ട് നിന്റെ തലയിൽ ഞാൻ വാങ്ങിത്തന്ന മനോഹരമായ ക്ലിപ്പൊക്കെ ചൂടി മനോഹരമായ വീട്ടുമുറ്റത്ത് നീ വൈകുന്നേരങ്ങളിൽ നട്ടു നനച്ച മുല്ലമൊട്ടിന്റെ ആ മുല്ലപ്പൂ ചൂടി നടക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് കെട്ടിയോൻ പറഞ്ഞാൽ സൗകര്യം ഇല്ല ഇക്ക എന്ന് പറയാനൊരു പെണ്ണിന് തന്റെ ഇടം ഉണ്ടാകണമെന്നാ ഈ പറഞ്ഞത്. മനസ്സിലായോ? അത് പറയാനുള്ള തന്റെ ഇടം ഒരു പെണ്ണിനുണ്ടാകണം. ഞാൻ പരിശുദ്ധ ദീനാണ് പറയുന്നത്, നിങ്ങൾക്ക് ഏത് ആംഗിളിലും അതെടുക്കാം. ഞാൻ പറയുന്നത് ഖുർആനിന്റെ നിയമമാണ്. ഭർത്താവാണെങ്കിൽ പോലും ആരും ആകട്ടെ, മതത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ട് ഒരു സൈന്യത്തെ നിയോഗിച്ചുകൊണ്ട് അതിലൊരു നേതാവിനെ നിശ്ചയിച്ചുകൊണ്ട് ആ നേതാവ് തീയിലേക്ക് ചാടാൻ പറഞ്ഞ് ചാടാമെന്ന ഒരു സമൂഹത്തെ തടഞ്ഞു നിർത്തിയ നിലപാടിന്റെ ചെറുപ്പക്കാരായ സഹാബത്തിനോട് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, ലാ ത്വാഅത ഫിൽ മഅസിയ, പാപകരമായിട്ട് ആര് പറഞ്ഞാലും പോയി പണി നോക്കാൻ പറയണം. ഇന്നമ ത്വാഅത ഫിൽ മഅറൂഫ്, അനുസരിക്കേണ്ട ബാധ്യത നല്ല കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് നമ്മോട് ഒരു കാര്യം പറയാൻ, റോഡിന്റെ പണി നടക്കുന്നുണ്ട്, ഇപ്പോ ആരും ആ വഴി പോകാൻ പാടില്ല. ശരി, നിങ്ങളുടെ ലൈസൻസ്, നിങ്ങളുടെ ആധാർ, നിങ്ങളുടെ പാസ്ബുക്ക്, നിങ്ങളുടെ പാൻ കാർഡ് ഇതെല്ലാം കണക്ട് ചെയ്യണം, പരസ്പരം ബന്ധിപ്പിക്കണം, അനുസരിക്കണം. നിങ്ങളോട് പറയുന്നു, പാസ്പോർട്ടിൽ നാളെ മുതൽ രാജ്യം ഭരിക്കുന്നവരുടെ ഫോട്ടോ ഇല്ലാതെ നിങ്ങളുടെ പാസ്പോർട്ട് വാല്യൂ അല്ല എന്ന് പറഞ്ഞാൽ
അനുസരിക്കണം. അതിലൊന്നും വലിയ പ്രശ്നമൊന്നുള്ളതല്ല. നമ്മൾ എത്രയോ സന്ദർഭത്തിൽ കോവിഡ് സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയ ആ കോവിഡിന് നാം എടുത്ത വാക്സിൻ നമ്മൾ എടുത്തതിന് ശേഷം അതില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നമ്മൾ വെച്ച് നടന്നവരല്ലേ. ഇതൊക്കെ രാജ്യത്തിന്റെ നിയമമാണ്, അനുസരിക്കണം. പിന്നീട് രാജ്യത്തിന്റെ നിയമം വന്നു, നിങ്ങൾക്ക് പെട്രോളിനും ഡീസലിനും 200 രൂപയാണ്. നമ്മൾ അതനുസരിക്കും. കാരണം എന്താണ്? അതൊക്കെ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ നിന്ന് അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഒരു ഭരണീയൻ എന്നുള്ള നിലയിൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അവരെയാണ് മുസ്ലിം എന്ന് വിളിക്കുക. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, നാളെ മുതൽ നിങ്ങൾ ആരും നിസ്കരിക്കരുത്, പോയി പണി നോക്കാൻ പറയണം. അതാ ഖുർആൻ പറഞ്ഞത്. വാപ്പ പറഞ്ഞാൽ കേൾക്കൂല, പിന്നെയാണോ മറ്റുള്ളവര്? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ആ പ്രസംഗം ഇങ്ങനെ വൈറലായി. നമ്മുടെ മതത്തിന്റെ ഒരു നിയമങ്ങളും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് എതിരെ അല്ല. അനി ഒന്നുകൂടെ അക്കമിട്ട് പറയാൻ എന്റെ സമയം പോകും, കാരണം ഈ വിഷയം തന്നെ വിശാലമാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണോ? ഒന്നുമല്ല. നോമ്പ് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണോ? അല്ല. നമ്മുടെ ഏത് അമലുകളെടുത്ത് നോക്കിയാലും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ രാജ്യത്തിന്റെ നിയമങ്ങൾക്കോ രാജ്യത്തിന്റെ സിസ്റ്റങ്ങൾക്കോ ഒന്നും എതിരല്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അവകാശം, അനുവാദം തന്നിട്ടുണ്ട് എന്നതിനപ്പുറത്ത് ഇസ്ലാമിന്റെ നിയമം ഏത് ലോകത്തും ഏത് ബഹുസ്വര രാജ്യത്തും ഏത് മറ്റുള്ള രാജ്യങ്ങളിലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എപ്പോഴും പരിഷ്കൃതമാണ്, എപ്പോഴും അതിന് പത്തരമാറ്റാണ്. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ കൽപ്പനകൾ ഒരിക്കലും ഉളുഹിയത്തായാലും തലമറയ്ക്കുന്ന വിഷയമായാലും അതൊന്നും എതിരല്ല. ആർക്കും എതിരാകുന്നത് തലയിൽ ചില വിഷയങ്ങൾ കടന്നുകൂടിയിട്ട് വല്ലാത്ത ഒരു സമൂഹത്തോട് അപകർഷതാബോധമുള്ള ചില ആളുകൾക്ക് തോന്നുന്നതാണ് ഹിജാബ് വിവാദം പോലെ. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കരുത് എന്ന് നമ്മളോട് പറയാൻ ലോകത്തൊരു ശക്തികൾക്കും കഴിയില്ല. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞിട്ട് ആരെയൊക്കെയാണ് അനുസരിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഒരിക്കലൊരു സഹാബി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ആ സഹാബിയും മാത്രമുള്ള ഒരു ചെറിയ വീട്, വളരെ സന്തോഷത്തോടു കൂടി കഴിയുകയാണ്. ആ പ്രിയപ്പെട്ട മകനിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഉമ്മാക്ക്. ആ പ്രിയപ്പെട്ട മാതാവ് ആ മകനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. ഭർത്താവില്ലാതെ ആ പ്രിയപ്പെട്ട മകനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ മകന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് കടന്നുകൂടുകയാ. ആ മകന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം കടന്നു വരികയാണ്. ഹിദായത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖൽബിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യന് കലിമ ചൊല്ലുകയാ. ഈ വിവരമറിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മോനെ, നീ മുസ്ലിമിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വരണം മോനെ, ഒരിക്കലും അത് നമുക്ക് യോജിച്ചതല്ല, നീ മാറണം മോനെ. ആ സമയത്ത് പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നടക്കൂല, എന്നെ നിങ്ങൾ അതിനു വേണ്ടി പരീക്ഷിക്കേണ്ട ഉമ്മ, ഞാൻ ഇസ്ലാമിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നതാണ്, ഒരിക്കലും നിങ്ങൾക്ക് ഞാനൊരു കുറവും വരുത്തൂല. നിങ്ങൾ മനസ്സിലാക്കണം, പടച്ചവനെ ഒരിക്കലും മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പരുതുമ്മ. ഏകനായ പടച്ചവനാണ് നമ്മുടെ ഖാലിഖ്, അവനാണ് നമ്മുടെ റാസിഖ്, അവനാണ് നമ്മുടെ മാലിക്, അവനാണ് നമ്മളെ ജനിപ്പിച്ചവന്, അവനാണ് നമ്മളെ വളർത്തുന്നവന്, അവനാണ് നമ്മളെ സംഹരിക്കുന്നവനുമ്മ എന്ന് പറഞ്ഞിട്ട് നാഴികയ്ക്ക് 40 വട്ടം ഉമ്മായ ഉപദേശിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ, ആ ഉമ്മ അപ്പോഴെല്ലാം മറുപടി പറയുന്നത്, മോനെ, ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വാടാ, ഒരിക്കലും നീ മുസ്ലിം ആകരുത്. ഈ ഉമ്മാടെ നെഞ്ചകം നീറുകയാണ്, പൊന്നുമോനെ നീ വരണമെന്ന് പറയുമ്പോ ആ ഉമ്മയോട് മകൻ പറയുന്നു, ഉമ്മ നടക്കൂല, ഉമ്മ നടക്കൂല ഉമ്മ. ആ ദിവസം തന്നെ പ്രിയപ്പെട്ടവരെ ഉമ്മ ഒരു ശപഥം ചെയ്യുകയാണ്. ആ ഉമ്മ ആണയിട്ട് പറഞ്ഞു, മോനെ, ഒരിക്കലും നീ ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് വരാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല മോനെ, ഒരു തുള്ളി ജലപാനം ഞാൻ നടത്തൂല മോനെ, ഇനി എനിക്ക് വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട. ആ സമയത്ത് ആ പ്രിയപ്പെട്ട മകൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ കഴിക്കണം ഉമ്മ, നിങ്ങളുടെ ആരോഗ്യം വളരെ പ്രശ്നമാണുമ്മ, നിങ്ങൾ കഴിക്കണം ഭക്ഷണം, നിങ്ങൾ വെള്ളം കുടിക്കണം, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നോക്കണേ ഉമ്മ, ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കല്ലേ എന്ന് ആ പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറയുകയാണ്. ആ സമയത്തും ആ ഉമ്മ പറഞ്ഞു, മോനെ, ഒരിക്കലും ഞാൻ കുടിക്കൂല. എന്നാണോ ഈ ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് നീ മുസ്ലിമായ നിലയിൽ എന്റെ മുമ്പിൽ വരാതിരിക്കുന്നത്? എപ്പോഴാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടന്നിട്ട് എന്റെ മുന്നിൽ നീ എത്തുന്നത്? ആ സമയത്ത് മോനെ, ഞാൻ കഴിച്ചോളാം, ഞാൻ കുടിച്ചോളാം എന്ന് പറയുമ്പോൾ ഒരു ദിവസം
ദിവസം അസ്തമിക്കുന്നു, പിറ്റേ ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ അരുണങ്ങൾ പ്രകടമാവുകയാ. രണ്ടാം ദിവസം ഉമ്മ തളർന്നു പോകുന്നു. ആ ഉമ്മ കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല. ഒരു മൂലയിൽ ഒരു പഴം തുണി കിടക്കും പോലെ ഉമ്മ കിടക്കുകയാ. ആ ഉമ്മയോട് വന്നിട്ട് മകൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ കഴിക്കണേ, ഉമ്മ നിങ്ങൾ വെള്ളമെങ്കിലും കുടിക്കണേ. ആ കിടക്കയിൽ കിടന്ന് വാടിക്കൊടഞ്ഞു കിടക്കുന്ന ചീരത്തണ്ട് പോലെ ആ ഉമ്മ മകനോട് പറഞ്ഞു, പൊന്നുമോനെ, ഇസ്ലാമിൽ നിന്ന് നീ ഒന്ന് പുറത്തു വരുവോ, ഞാൻ കുടിച്ചോളാ, അല്ലെങ്കിൽ ഞാനൊന്നും കഴിക്കില്ല, മരിച്ചാലും കഴിക്കൂല പൊന്നുമോനെ. അങ്ങനെ ആ ദിവസവും അസ്തമിക്കുകയാണ്. കിഴക്കന് ചക്രവാളത്തിൽ അരുണന്റെ കിരണങ്ങൾ പ്രകടമാകുന്ന മൂന്നാം ദിവസം സുപ്രഭാതം പൊട്ടിവിടരുകയാ. അന്നും ആ ഉമ്മ പട്ടിണി കിടന്നു. അന്ന് വൈകുന്നേരമാകുമ്പോൾ ഒന്ന് എഴുന്നേക്കാൻ കഴിയാതെ കവളൊട്ടിയിട്ട് വയറൊട്ടിയിട്ട് കണ്ണു കുഴിഞ്ഞിട്ട് എല്ലുന്തിയിട്ട് ആ ഉമ്മ വല്ലാതെ ഒരു മൃതപ്രായയെ പോലെ കിടക്കുകയാ. ആ സമയത്താണ് മകൻ എടുത്തു വന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? മോനെ, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്, നീ ഇല്ലാതെ ഒരു ലോകം ഈ ഉമ്മക്കില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം വിവരണാതീതമാണ് മോനെ. എന്റെ നെഞ്ചകത്ത് നിന്നെ ഓർത്തിട്ട് നീറ്റലാണ് മോനെ. ആ സമയത്താണ് പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറയുന്നു, പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു ആത്മാവാണ് പടച്ചോൻ തന്നിട്ടുള്ളത്. ആ ആത്മാവ് ശരീരത്തോട് വിട പറഞ്ഞാ നിങ്ങൾ മരിച്ചു ഉമ്മ. എന്നിട്ട് റൂഹിനെ അല്ല തിരിച്ചു തന്നിരിക്കട്ടെ, എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾ വീണ്ടും മരിച്ചു. മൂന്നാം ദിവസം റൂഹ് തിരിച്ചു തന്നിട്ട് മൂന്നാം ദിവസവും പട്ടിണി കിടന്ന് മരിച്ചു ഉമ്മ. അങ്ങനെ 100 റൂഹ് നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കട്ടെ, 100 വട്ടം നിങ്ങൾ ജീവിച്ചെന്നിരിക്കട്ടെ. ആ 100 വട്ടവും നിങ്ങൾ മരിച്ചാൽ ഈ മകൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരില്ല ഉമ്മ. ഒരു 100 വട്ടം നിങ്ങൾ മരിച്ചാലും ശരി, ഈ മകനെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ മരണം ഒരു കാരണമാകൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരികയാ. അവസാനം ആ ഉമ്മയ്ക്ക് കഴിക്കേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആണ് നമുക്ക് ഏറ്റവും വലുത്, പ്രിയപ്പെട്ട പ്രവാചകനാണ് നമുക്ക് ഏറ്റവും വലുത്. കൺമുമ്പിൽ നിൽക്കുന്ന വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, പൊന്നുമക്കളെക്കാൾ, എന്തിനേറെ സ്വന്തത്തെക്കാൾ നമുക്ക് വലുത് നമ്മുടെ അല്ലാഹുവാണ്. ആ പടച്ചവനാണ് നമ്മുടെ വലുത്. അല്ലാഹുവിന്റെ ഹബീബാണ് നമ്മുടെ സർവസ്വവും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ആരെയും അനുസരിക്കാൻ പാടില്ല. സന്മാർഗത്തിന്റെ വിഷയത്തിൽ ആര് പറഞ്ഞാലും അനുസരിക്കും, അതിലൊരു തർക്കമില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ആരെ അനുസരിക്കണം, ആരെ അനുസരിക്കരുത് എന്ന ഒരു തികഞ്ഞ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ചില ആളുകൾ, ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നറിയോ? എന്താ കാര്യം? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞ് സത്യസന്ധമായി പറഞ്ഞാൽ, ഒരു വേദിയിൽ ഒരു പ്രസംഗത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ സാഹചര്യങ്ങളുടെയും കാലഘട്ടത്തിന്റെയും ചുവരെഴുത്തുകൾ മനസ്സിലാക്കിയിട്ട് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവണ്ണം അതിങ്ങനെ പറഞ്ഞ് തുടങ്ങുന്ന വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഞാൻ തെറ്റിക്കുഴിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഇവിടെ ഹിജാബ് വിവാദം നടന്നു. നമുക്കാരോടും ഒരു പകയില്ല, ആരോടും നമുക്കൊരു വിദ്വേഷമില്ല, ആരോടും നമുക്കൊരു ദേഷ്യമില്ല, ആരോടും നമുക്കൊരു വെറുപ്പില്ല, ആരോടും നമുക്കൊരു യാതൊരു നിലയിലുള്ള ഒരു പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളുമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തമാണ്, ഇസ്ലാം എന്ന് പറയുന്നത് സുന്ദരമാണ്, അതിന് പത്തരമാറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ ദാടി വെക്കുമ്പോ, ഈ ഇരിക്കുന്ന മഹാന്മാരായ ഉസ്താദുമാര് ദാടി വെക്കുമ്പോ, അല്ലെങ്കിൽ നാളെ ഇവിടെ വരുന്ന ആശിഖുർ റസൂൽ, കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ഇത്രയും വലിയ പ്രവാചക പ്രേമിയെ ഞാൻ ഒരുപക്ഷെ വേറെ ആരിലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അധികം പറ്റാവൂല. ബഹുമാനപ്പെട്ട ഏരൂർ ശംസുദ്ദീൻ മദനി, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നാളെ നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേരുന്നു. നാളെ ഇവിടെ തങ്ങൾ വരുന്നു. ഇവരുടെയൊക്കെ ദാടി എങ്ങനെയാണ് വർഗീയമാവുക? എന്നാൽ മറുഭാഗത്ത് വേറെ ഏതെങ്കിലും മതത്തിലുള്ള ആളുകൾ ദാടി വെക്കുമ്പോൾ അതിന് പൗരുഷം എന്ന് പേര് വിളിക്കുക. വെള്ളിയാഴ്ചകളിൽ ഇപ്പോ ബഹുമാനരായ ഉസ്താദുമാര് ധരിച്ചിരിക്കുന്ന കന്തൂറയിൽ വർഗീയത കാണുക, എന്നാൽ പള്ളിയിൽ അച്ഛൻ ധരിച്ചിരിക്കുന്ന ലോഹയിൽ വർഗീയത കാണാതിരിക്കുക. മുസ്ലിം പെണ്ണ് ധരിക്കുന്ന പർദയിൽ തീവ്രവാദം കാണുക. അതേസമയം കന്യാസ്ത്രീകൾ ധരിക്കുന്ന തിരുവസ്ത്രത്തിൽ അത് കാണാതിരിക്കുക. തൊപ്പിവെക്കും തലപ്പാവ് ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആണെങ്കിൽ അതിൽ ബോംബ് സംസ്കാരം കാണുക.
എന്നാ നേരെ മറിച്ച് തലപ്പാവ് ധരിച്ചുകൊണ്ട് ഏത് ലോകത്തും സഞ്ചരിക്കാൻ കഴിയുന്ന പോലീസ് സേനകളിൽ പോലും അവരുടെ സാന്നിധ്യം തെളിയിക്കാൻ കഴിയുന്ന പഞ്ചാബികളായ സിഖ് മത വിശ്വാസികളുടെ ദാടിയിൽ അത് കാണാതിരിക്കുക. ഇതിന്റെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകാത്തത്, ഇതാണ് നമുക്ക് തിരിയാത്തത്. ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പെൺമക്കളെ പഠിക്കാൻ വിടുമ്പോ ആ പെൺമക്കളെ ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരിൽ അവിടെ നിറക്കി വിടുമ്പോൾ എന്റെ മകൾക്ക് നല്ല ചടുലമായ ക്ലാസ് കിട്ടുന്നുണ്ട്, എന്റെ മകൾക്ക് നല്ല സമ്പൂർണമായ ഒരു അധ്യാപനം കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിന്റെ മകളെ തലമറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വിടാൻ എന്ത് ന്യായമാണ് നിനക്കുള്ളത്? തലമറയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് അതിന് കഴിയില്ല. എന്റെ ഇസ്ലാം എന്നോട് പറഞ്ഞത് എന്റെ തലയുടെ ഒരു രോമം പോലും ഔറത്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട്, നിന്റെ ദീനിയായ ഒരു ഉപദേശം അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ആ മകളെ കൈപിടിച്ച് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥാപനത്തിലാക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് ഒരു മുസ്ലിം പെണ്ണിനുള്ളത്? പ്രിൻസിപ്പൽ പറഞ്ഞു എന്നതിന്റെ പേരില്, അല്ലെങ്കിൽ സഭയുടെ മേലധ്യക്ഷന്മാര് പറഞ്ഞു എന്നതിന്റെ പേരില് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ അങ്ങ് അഴിച്ചുവിടാൻ നമുക്ക് കഴിയുമോ? നാളെ പരലോകം എന്ന ഒരു ലോകത്ത് നമുക്ക് പോകണ്ടേ? പടച്ചവന്റെ മുന്നിൽ നമുക്ക് നിൽക്കണ്ടേ? മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കണ്ടേ? നാളെ റബ്ബിന്റെ കോടതിയിൽ കയ്യും കെട്ടി സമാധാനം പറയണ്ടേ? അപ്പൊ ഇവരൊക്കെ ഉണ്ടാവുമോ അവിടെ? ഇവരൊക്കെ വരുവോ? വരില്ല. അതുകൊണ്ട് വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായിട്ടൊരു കാര്യമാണ് എങ്കിൽ അനുസരിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം ഖുർആനിന്റേതാണ്. ഞാൻ ഇനി നിങ്ങളോട് പറയുന്നത്, ചില ആളുകളോട് നമ്മൾ അനുസരണയും പാടില്ല, ആദരവും പാടില്ല, അവർ ഒരു ബഹുമാനത്തിന് പോലും അർഹരല്ല. അവരോട് നമുക്കൊരു പ്രതിബദ്ധതയും വേണ്ട, അവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റും വേണ്ട. അവരാരാണ്? ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച നമ്മൾ കൃത്യമായി ഓതുന്ന ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ കഹ്ഫ്. അല്ലാഹു ഓതാനുള്ള തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. വെള്ളിയാഴ്ച ഓതണം. പണ്ട് കാലങ്ങളിൽ വ്യാഴാഴ്ച കഴിഞ്ഞാൽ സാമ്പ്രദായിക പള്ളി ദറസുകളിലൊക്കെ വ്യാഴാഴ്ച കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുതൽ ലീവാണ്. വ്യാഴാഴ്ച ഉച്ച മുതൽ ലീവാണ്. വെള്ളിയാഴ്ച അസർ വരെ. എന്താണെന്നറിയോ? കുളിക്കാനും നനയ്ക്കാനും നഖം വെട്ടാനും ദാടി ഒതുക്കാനും മീശ വെട്ടാനും തുണി അയൺ ചെയ്യാനും അതുപോലെ തന്നെ വൃത്തിയാക്കാനും പള്ളിയും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാനും വീടുകൾ വൃത്തിയാക്കാനും വെള്ളിയാഴ്ച എന്ന ആ മനോഹരമായ ദിവസത്തെ വരവേൽക്കാൻ വേണ്ടി ഒരു സമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ, അഥവാ നമ്മുടെ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാമ്പ്രദായികമായ പള്ളി ദറസുകളും കോളേജുകളും അതിന് സന്നദ്ധമായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് അറിയുന്നത് പള്ളിയിലെ മുസ്ലിയാരുടെ പ്രസംഗം കേൾക്കുമ്പോഴാ പലരും ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ. ചില ആളുകൾ അറിയുന്നത് അപ്പോഴാണ്. ആളുകളെ കൂട്ടം കൂടി പള്ളിയിലേക്ക് പോകുന്ന ചില ആളുകളെ കാണുമ്പോ ഇന്നെന്താ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത്? അപ്പോഴാണ് പറയുന്നത് വെള്ളിയാഴ്ച. ഒന്ന് വെള്ളിയാഴ്ചയാണല്ലേ, ഇന്നെന്തായാലും പള്ളിയിൽ പോകാൻ സമയമില്ല. ആ ഒരു നിലയിലേക്ക് ആഫ്റ്റർ കോവിഡാനന്തര നമ്മുടെ സംസ്കാരം ആ നിലയിൽ എത്തിച്ചേർന്നു. അത് വലിയ കാര്യം, ചെറിയ കാര്യമല്ല. അത് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, ഒരു വ്യാഴാഴ്ച മഗ്‌രിബ് മുതൽ പിറ്റേ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് വരെ ഓതൽ സുന്നത്തായ ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ കഹ്ഫ്. ജീവിതത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതുന്നവരുണ്ട്. ഈ സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇങ്ങനെ ഓതി വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനിടയിൽ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് അല്ലാഹു തആല പറയുന്നുണ്ട്. 128ാമത്തെ ആയത്തിൽ 28ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞതെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ നമ്മളോട് പറഞ്ഞു, ചില ആളുകളെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. ആ ആയത്തിൽ തന്നെ 3 സ്വഭാവമുള്ള ആളുകളോട് അനുസരണ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. 3 സ്വഭാവമുള്ള ആളുകളോട് അനുസരിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത്, ഒന്ന്, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് അനുസരണ പാടില്ല. അവരെന്ത് പറഞ്ഞാലും, ദീനിന്റെ കാര്യം പറഞ്ഞാൽ അത് ആ രീതിയിൽ തന്നെ തള്ളിക്കളയണം. കാരണം എന്തെന്നറിയോ? അവര് നമ്മളെ ചാടിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല, ഒരു തർക്കവുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വതബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ.
സഹോദരങ്ങളെ, സൂറത്തുൽ കഹ്ഫ് ഓതി വരുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മധ്യഭാഗമാണ് സൂറത്തുൽ കഹ്ഫ് നിലകൊള്ളുന്നത്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല ചരിത്രങ്ങൾ 4 പഠിപ്പിക്കുന്നുണ്ട്. ആ സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ച ഓതാ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ഇപ്പുറം ഓതി ഖളാ വീട്ടിൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചു ഉലമാക്കള്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുകയാണ്, ഈ വിഭാഗത്തോട് നമ്മളൊരു പ്രതിബദ്ധത വേണ്ട, ഈ വിഭാഗത്തോടൊരു കമ്മിറ്റ്മെന്റ് വേണ്ട, ഈ വിഭാഗത്തോട് നമ്മളൊരു അനുസരണയും പാടില്ല. അല്ലാഹു അനുസരിക്കല്ലേ, പിൻപറ്റല്ലേ, വഴിപ്പെടരുതേ, ആദരിക്കല്ലേ, ബഹുമാനിക്കല്ലേ എന്ന് പറഞ്ഞ വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗത്തെ അല്ലാഹു പറയുമ്പോ അതിൽ തന്നെ 3 സൈസ് ആളുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ അല്ലാഹു പറഞ്ഞത് ആരെയാണ്? വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വതബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. പ്രിയപ്പെട്ടവരെ, ആരാണ് അവരെന്നറിയോ? അതിൽ അല്ലാഹു പറയുന്ന ഒന്നാമത്തേത് വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. എന്നെ മറന്നിട്ട് അശ്രദ്ധനായി ജീവിക്കുന്നവനെ നിങ്ങൾ അനുസരിക്കരുത്. ഞാനെന്ന് പറയുന്ന സൃഷ്ടാവിനെ മറന്ന് ജീവിക്കുന്ന തോന്നിയാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന് എന്നെപ്പറ്റി ഒരു ധാരണയില്ല, എന്നെപ്പറ്റി ഒരു ചിന്തയില്ല. അവന് ഞാനെന്ന് പറയുന്ന സൃഷ്ടാവിനെ പറ്റി ഒരു ഓർമ്മ പോലും അവന്റെ ജീവിതത്തിലില്ല. അവന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഓർക്കപ്പെടുന്നില്ല, അവന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അവന്റെ സാമൂഹിക ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ശ്രദ്ധേയമാകുന്നില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ അനുസരിക്കാൻ പാടുള്ളതല്ല. സഹോദരങ്ങളെ, പടച്ചവനെ മറന്ന് താന്തോന്നിയായി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അള്ളാഹുവിന്റെ റസൂലെന്ത്, പടച്ചവനെന്ത്, പടച്ചവന്റെ ദീനെന്ത്, ഇസ്ലാമിന്റെ സംസ്കാരമെന്ത്, അവർക്ക് മദ്രസയെന്ത്, അവർക്ക് ദീനെന്ത്, അവർക്ക് പള്ളിയെന്ത്, ഇതൊന്നും അവരുടെ പ്രശ്നമേ അല്ല. അവരുടെ ജീവിതത്തിൽ പടച്ചവന് സ്വാധീനം ചെലുത്തുന്നില്ലെന്ന് മാത്രമല്ല, അള്ളാഹിനെ പറ്റിയുള്ള ഒരു ചിന്ത പോലും അവരുടെ ജീവിതത്തിലില്ല. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ആരോടാണെന്നറിയോ? ഉപമിച്ചത് ആരുമായിട്ടാണ് കമ്പയർ ചെയ്തതെന്നറിയോ? അള്ളാഹു മറ്റൊരു അധ്യായത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെ പറ്റി പറയുന്നത്, ഉലൈക അവര് നാൽക്കാലികളെ പോലെയാണ്, അവര് നാൽക്കാലികളെ പോലെയാണ്, അവര് ശോനന്മാരെ പോലെയാണ്, പന്നികളെ പോലെയാണ്, കഴുതകളെ പോലെയാണ്, ഒട്ടകത്തെയും കുതിരയും പോലെയാണ്. ആ കുതിരയ്ക്കും ഒട്ടകത്തിനും കഴുതയ്ക്കും നായയ്ക്കും അല്ലാഹു തആല എന്ന ചിന്തയില്ലല്ലോ. അവർക്ക് പടച്ചവനെന്ന് പറയുന്ന അല്ലാഹു എന്ന ഖാലിഖിനെ പറ്റി ഓർമ്മയില്ലല്ലോ. അവർക്ക് പള്ളിയിലെ ബാങ്ക് പ്രശ്നമല്ലല്ലോ. അവർക്ക് പിറകാണുമ്പോ നോമ്പ് പിടിക്കണമെന്ന ചിന്തയില്ലല്ലോ. അവർക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളെ പറ്റി ഓർമ്മയില്ലല്ലോ. അവർക്കെന്ത് ആരിഫ്, അവർക്കെന്ത് പടച്ചതമ്പുരാ, അവർക്കെന്ത് ഔലിയാക്കള്, അവർക്കെന്ത് ദിക്ർ സ്വലാത്ത്, അവർക്കെന്താണ് അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ ഒരു പ്രശ്നമല്ല. അവരെ എല്ലാം അശ്രദ്ധയിൽ കഴിയുന്നവരാ. അവരെ പറ്റി അല്ലാഹു ഉപമ പറഞ്ഞത് ഉലൈക കല്ലനആ, അവര് നാൽക്കാലികളെ പോലെയാണ്, നാൽക്കാലികളെ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നടുറോഡിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എരുമയും പശുവിനെയും കെട്ടിയിരിക്കുന്നത്? ആ വരുന്നത് പള്ളിയിലെ ഉസ്താദാണ്, മഹല്ലിന്റെ പ്രസിഡന്റാണ്, മസ്ജിദുൽ ഹിദാ മസ്ജിദിലെ ആളുകളാണ്, മസ്ജിദിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ആ മസ്ജിദിന്റെ പുനർനിർമ്മാണ കമ്മിറ്റിയുടെ പ്രവർത്തകരാണ്, നാട്ടിലെ പ്രമാണിമാരാണ് എന്ന ചിന്ത എരുമയ്ക്കും പശുവിനുമില്ലല്ലോ. ആ എരുമയ്ക്കും പശുവിനും നാണം മറയ്ക്കണമെന്ന ബോധം പോലുമില്ല. കാരണം വരുന്നത് ആരോ ആകട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. വഴിയിൽ നിൽക്കുന്ന കാളയ്ക്കും അതുപോലെ പ്രിയപ്പെട്ടവരെ പോത്തിനെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുവഴി ഏത് പെണ്ണ് പോയാൽ താൻ വിവസ്ത്രനാണ്, താനിതാ നാണം മറയ്ക്കാതെ നിൽക്കുകയാണ്, താൻ നഗ്നത വെളിവാക്കി നിൽക്കുകയാണെന്ന ബോധം കാളയ്ക്കില്ല, പോത്തിനില്ല. എന്തുകൊണ്ടാണ്? അവരെ നാൽക്കാലികളാണ്. അവർക്ക് ഈ പറഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല, അവർക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. അവർക്ക് പിറന്നു വീണുന്ന ആടിന്റെ കുട്ടി അത് വളർന്നു വരുമ്പോൾ ഏത് ആടാണോ തന്നെ പ്രസവിച്ചത് അതുമായിട്ട് ഇണ ചേർന്നിട്ട് വീണ്ടും കുട്ടികൾ ഉണ്ടാവുകയാണ്. സ്വന്തം മക്കളെ പോലെ പീഡിപ്പിക്കുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ഉമ്മയെ പോലെ കടന്നു പിടിച്ച് മാനഭംഗം ചെയ്യുന്ന കാലത്താ നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം സഹോദരിയെ പോലും ബലാത്സംഗം ചെയ്യാൻ മടി കാണിക്കാത്ത ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. പറക്കമുറ്റാത്ത ചെറിയ കുഞ്ഞ് തന്റെ മുന്നിൽ കടന്നു വരുമ്പോൾ 10 രൂപയുടെ മിഠായി കൊടുത്തിട്ട് അവന്റെ കാമം തീർക്കാനുള്ള കാമകശ്മലനായി കഴുകനായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്താ നമ്മളുള്ളത്.
പറയുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവന് മൃഗതുല്യനാണ്, ഇവന് മൃഗത്തെ പോലെയാണ്. എന്നാൽ ഇവന്റെ സ്വഭാവം, നിലവിലെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കഴുതയ്ക്ക് നാണക്കേടാ. ഇവന്റെ നിലവിലെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പന്നിക്ക് നാണക്കേടാ. അതുകൊണ്ട് പടച്ചതമ്പുരാ പന്നിയുടെ സൃഷ്ടാവല്ലേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നായയുടെ സൃഷ്ടാവല്ലേ, അല്ലാഹു മനുഷ്യന്റെയും സൃഷ്ടാവല്ലേ. അതുകൊണ്ട് ഒരു പടി കൂടി പടച്ചവൻ ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, അവന് നാൽക്കാലികളെ പോലെയല്ല, ബൽഹും അളല്ലു, അതിനേക്കാൾ നികൃഷ്ടനാണ്, അതിനേക്കാൾ നീചനാണ്. തന്റെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന മുതിർന്ന വ്യക്തികളെ, നാൽക്കാലികളെക്കാൾ ഏറ്റവും മോശപ്പെട്ട നികൃഷ്ടനാണ് നീ എന്ന് പറഞ്ഞത് ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോദിയാം. ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഹിറാ ഗുഹരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, പുരാതന കാലത്തെ പ്രാകൃതന്റെയും പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെയും മനോമുഖരത്തിലെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ ഖുർആൻ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവനാണ്. മൃഗങ്ങളോട്, സ്വന്തം ഭാര്യയോട് ചെയ്യും പോലെ മൃഗങ്ങളോട് കാണിക്കുന്നവൻ. ആലോചിച്ചു നോക്കിയേ, മൃഗങ്ങൾക്ക് പോലും സ്വസ്ഥതയില്ലാത്ത ഒരു ലോകത്ത് മൃഗതുല്യനായി അല്ല, ബൽഹും അളല്ല്, അതിനേക്കാൾ നികൃഷ്ടനാണ് എന്ന് ഖുർആൻ പറഞ്ഞ വിഭാഗമാരാണ് ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരാണ് അശ്രദ്ധയോടെ ജീവിക്കുന്നവൻ. ആ അശ്രദ്ധയുള്ളവനെ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, ഹൃദയത്തിൽ ജ്ഞാനം സൃഷ്ടാവില്ലാത്തവൻ, എന്നെപ്പറ്റി ഓർമ്മയില്ലാത്തവൻ, എന്നെപ്പറ്റി യാതൊരു നിലയിലുള്ള ചിന്തയുമില്ലാത്തവനെ നിങ്ങൾ അനുസരിക്കുകയും അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെന്ത് ന്യായമാണ് അവരെ ആദരിക്കാൻ, അവരെ അംഗീകരിക്കാൻ? നമുക്കെന്ത് ന്യായമുണ്ട്? പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ഭാഷയാണ് അവരെ നിങ്ങൾ അനുസരിക്കരുത്. പിന്നെന്താ ആയത്തിൽ പറഞ്ഞത്? ജീവിതത്തിലെ ജഡികേച്ഛയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ചില ആളുകളുണ്ട്, ശരീര ഇച്ഛയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളോടും നമുക്കൊരു ആദരവും കമ്മിറ്റ്മെന്റും അനുസരണയും പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ.